ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ദേ ഒരു ചലഞ്ചായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, 12 hours സേ യെസ് ടു മീ. ഓക്കെ, അപ്പോൾ ഞാൻ അച്ചാച്ചന് കുറച്ച് ടാസ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അച്ചാച്ചൻ അതിന് യെസ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. 12 hours. ഇപ്പോൾ ടൈം 10 ആയിട്ടുണ്ട്. രാത്രി 10 മണി വരെ അച്ചാച്ചൻ എൻ്റെ അടുത്ത് യെസ് പറയണം. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇത് അച്ചാച്ചനോട് പറയാം, എന്തായിരിക്കും റിയാക്ഷൻ എന്നറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം. ഫസ്റ്റ് ഞാനൊരു സിമ്പിൾ ടാസ്ക് തരുന്നു. എന്നോട് പറയില്ല, എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം. അങ്ങനൊന്നും പറയരുത്. ഞാൻ എന്ത് പറഞ്ഞാലും എസ് പറയണം. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ കിടക്കുന്ന റൂമില്ലേ, ജസ്റ്റ് അതൊന്ന് പോയിട്ട് വൃത്തിയാക്കിയിടാം. അത്ര പറയുള്ളൂ. എനിക്കറിയായിരുന്നു ഗൈസ്, പണി വരുന്നുണ്ടെന്ന്. എന്താ ചെയ്യേണ്ടത്? യെസ്. എന്താ ചെയ്യേണ്ടത്? യെസ് എന്ന് പറയണം. അല്ല, എന്താണ് ടാസ്ക്? യെസ് എന്ന് പറയണം. യെസ് എന്ന് പറയണം. ഇവനെ ഞാനിന്ന് കൊല്ലും ഗൈസ്. അപ്പൊ ഗൈസ്, ഞാൻ അവിടെ ഒന്ന് പോയി പെട്ടെന്ന് സെറ്റ് ആക്കി ഇട്ടിട്ട് വരാം. യെസ്. അതിനു വേണ്ടിട്ട് മിക്കവാറും അവിടെ അലമ്പാക്കിയിട്ടുണ്ടായിരിക്കും. ഇല്ല, നമ്മൾ എണീറ്റ പോലെ തന്നെ അവിടെ കിടക്കുന്നുള്ളത്. ഞാൻ ഇന്ന് വൃത്തിയാക്കിയിട്ടില്ല. ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് അച്ഛൻ ക്ലീൻ ആക്കണ കാണാം. അതെ. ഓക്കെ, കണ്ടോ, ഇപ്പൊ ഇവിടെ കിടക്കുന്നത് ഇങ്ങനെയാണ് ഗൈസ്. ഈ ഒരു മൂലക്കാണ് അച്ചാച്ചൻ കിടന്നുറങ്ങുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട്. വൃത്തിയാക്കി ഇടാനാണ് പറഞ്ഞത് ഗൈസ്. അല്ല, ഇതൊക്കെ നമുക്കൊരു പ്രശ്നമുള്ള കാര്യമാണ്. അല്ലെ പിന്നെ വേറൊരു പരിപാടിയാ, പയ്യെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത പണി ഇപ്പൊ കിട്ടും. അങ്ങനെയൊന്നുമില്ല, പണിയൊന്നും അധികമൊന്നുമില്ല, പേടിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്കിനി ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടാലോ? അല്ലെങ്കിൽ ഇവര് ചെയ്യുന്നത് ഇവരെ കാണിക്കുന്നു. എനിക്കറിയത്തില്ല, വേണ്ട, നമുക്കിനി ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ അത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ടാസ്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അല്ലേ? അടുത്ത ടാസ്ക് വരാൻ വേണ്ടിയിട്ട് ഓക്കെ. അപ്പോൾ അടുത്ത ടാസ്ക് ജേക്ക് ബേബിനെ കുളിപ്പിക്കണം. ജേക്ക് ബേബിനെ കുളിപ്പിക്കണം. യെസ്. ഓക്കെ, ഞാൻ കുളിച്ചിട്ട് വരാൻ കഴിച്ചു പറ. ടബില് കുളിച്ചിട്ട് വരാം. നമ്മൾ ജയ്ക്കുനെ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നു ഗൈസ്. അതിന് മുമ്പ് എണ്ണ വെച്ചിട്ട് അച്ഛൻ എന്നാ പറയണ്ടേ? യെസ്. എന്നാ ചോദിച്ചാലും അച്ഛൻ എന്നാ പറയണം? യെസ്. എക്സസൈസ് ചെയ്ത് കൈ വെക്ക. 1 2 താക്ക്, കൈ താക്ക്, 2 3 4. ഓക്കേ, ബൈ കുളിച്ചോ ശരി. ഫുൾ സീൻ കഴിഞ്ഞിട്ട് കാണാം. ബൈ. ജേക്കബ് അതാണോ?
അങ്ങനെ ദേ കുളിച്ചു കഴിഞ്ഞു. ഇതേ ഹായ് ഗായ്സ്, ഞാൻ കുളിച്ചു എന്ന് പറ. ഡ്രസ് എടുപ്പിക്കാം. കുളിച്ചില്ലേ? അവൻ ഇനിയും കുളിച്ചണം. ഇതാണ് അച്ഛൻ കുളിപ്പിച്ചാനുള്ള പ്രശ്നം. അതെ ഫുൾ എന്റർടൈൻമെന്റ് അല്ലേ? അപ്പൊ ഇനി എല്ലാ ദിവസവും അച്ഛനെ കുളിപ്പിച്ചാ മതി. യെസ് നോ, യെസ്, ഇന്ന് നോ പറയാൻ പാടില്ല. ഇത് ഞാൻ പറയും. ഇത് ഒറ്റ ദിവസത്തെ ടാസ്ക് അല്ല. അങ്ങനെ അതേ കുളിപ്പിച്ച് കഴിഞ്ഞു. ജേക്കബ് ബേബിനെ ഡ്രസ് ഇടിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സെക്കൻഡ് ടാസ്ക് അക്കംപ്ലിഷ്ഡ്. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ടാസ്കിലേക്ക് പോയാലോ? ഓക്കെ. ജേക്കബിനെ കുളിപ്പിച്ച് ടയർഡായോ? ഇല്ല, എന്റർടൈൻമെന്റ് അല്ലായിരുന്നു. ആയില്ല, പക്ഷെ എനിക്ക് കണ്ട് ടയർഡായി. എനിക്കൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊണ്ടുവരും. ശരി, നാരങ്ങ ഇല്ലെങ്കിൽ നാരങ്ങ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കണം. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോ ഈ ട്രോളുകളിലൊക്കെ കാണാറില്ലേ, ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു ഭർത്താവിനോട് ദേഷ്യം വരുന്നിട്ടാണ്. എപ്പോഴാണ്? അവര് ചുമ്മാ ഇരുന്ന് എത്ര നേരം പണിയെടുത്താലും ചുമ്മാ ഒരു മിനിറ്റ് ഫോണിൽ എന്തെങ്കിലും ചെയ്യുന്നതിന്റെ അവർക്ക് ദേഷ്യം വരും. ഇതല്ല, ഇത് ചലഞ്ച്. സേയിങ് യെസ് ടു മീ. ഓക്കെ, അപ്പൊ താഴെ നാരങ്ങ ഇല്ലല്ലേ? അപ്പോ എന്താ ചെയ്യും? ഓക്കെ, ബൈ. ബൈ. നാരങ്ങ, സോഡ ഉണ്ട്, പഞ്ചസാര ഉണ്ട്, സ്പൂണുണ്ട്, മൊന്തയുണ്ട്, സ്ക്വീസർ ആൻഡ് 2 ലെമൺ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ലെമൺ. 2 ലെമണോ? അത് 1 ലെമൺ ഉള്ളൂ. 2 halves. Good. ഞാനൊരു നാരങ്ങ വെള്ളമേ ചോദിച്ചുള്ളൂ. ഒരു പൂ മാത്രം ചോദിച്ചു. മുട്ടടിക്കും. സാധനം എപ്പോഴും പറ്റുന്ന സോഡ ഓർക്കുമ്പോഴത്തേക്ക് അതിന്റെ മുട്ട സോഡ അതൊന്ന് കളക്കാൻ, അല്ലെങ്കിൽ ഗ്യാസ് ഇളക്കി കഴിയുന്നത്. ഞാനൊരു നാരങ്ങ വെള്ളം ചോദിച്ചിട്ട് കുറച്ച് നേരമായി. ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കൊണ്ടുവാ. ലൈറ്റ് ആയിട്ടൊരു സ്ട്രോങ് നാരങ്ങ വെള്ളം. കൊള്ളാട്ടോ, കേട്ടോ? എക്സ്ക്യൂസ് മീ. ഗുഡ്. നെക്സ്റ്റ് ടാസ്ക്. പറ, അടുത്ത ടാസ്ക്. ക്രിസ്മസ് ട്രീ ഉണ്ടോ? ക്രിസ്മസ് ട്രീ അതൊന്ന് ഊരി ഡിസ്മാൻഡിൽ ചെയ്യണം. യെസ്, അത് സിമ്പിൾ ടാസ്ക്. കോള ഒന്ന് കഴിഞ്ഞോട്ടെ. യെസ് പറ. യെസ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ വിളിച്ചോണ്ടിരിക്കുക. ബെസ്റ്റ് ഫ്രണ്ടിനായിട്ട് ഈ ബെസ്റ്റ് ഫ്രണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പോയി കണ്ട കൈ ഒടിഞ്ഞിരുന്ന ചെക്കൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടാസ്ക് കിട്ടിയല്ലോ. യെസ്, ടാസ്ക് കിട്ടി. സെറ്റ്. യെസ്, സ്റ്റാർട്ട്. കഴിഞ്ഞില്ലല്ലോ, അത് ഓരോന്ന് മടക്കി 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 വെക്കും. ആദ്യം ആ ഓരോ കുഞ്ഞു കുഞ്ഞു ഇതളുകൾ മടക്കും. അതിന്റെ ഇടയിൽ വന്നിരിക്കുന്ന ഒരു വെച്ച്
ഞാൻ മൂലക്കന്നെ അടിച്ചു. ഓക്കെ, അപ്പോൾ ഇതുവരെ കൊടുത്ത എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വീട്ടിലെ ടാസ്കൊക്കെ കംപ്ലീറ്റ് ആയി. നമ്മൾ പുറത്ത് പോയാലേ കുറച്ചും കൂടി ടാസ്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ചെറിയൊരു ബ്രേക്ക്. ബൈ ഫ്രണ്ട്സ്. ഞാൻ 2 ലോട്ട് ഇട്ടിട്ടുണ്ട്, 2 മാൾ. അപ്പോൾ ഇതിലേതാണോ എടുക്കുന്നത് നമ്മൾ എന്തായാലും അവിടെ പോയിരിക്കണം. അവിടെ ചെന്നിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ നമുക്ക് അച്ഛനെ കാണിച്ചാലോ? മാളാണ്, 2 മാളാണ് ഞാൻ എഴുതിയിരിക്കണത്. ഓക്കെ, ഏത് ചൂസ് ചെയ്താലും അവിടെ പോയിരിക്കണം. ഓക്കെ, ഓപ്ഷൻ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ല. എവിടെയാ കാണിച്ചോളൂ. യെസ്, ഇന്ന് എൻ്റെ തല കറങ്ങും ഗൈസ്. യെസ്. അപ്പോൾ നമ്മൾ ഇനി നേരെ ഫോറം മാളിലേക്ക്. അപ്പം നമ്മളെങ്ങോട്ടാ? നമ്മള് ഡോറയുടെ വീട്ടിൽ അല്ല, വീഡിയോ ആയിരുന്നോ? നമ്മളെങ്ങോട്ടോ? ഞാൻ ഒരു സ്ഥലം പറഞ്ഞപ്പോൾ യെസ് പറഞ്ഞായിരുന്നല്ലോ. അങ്ങോട്ടാ. യെസ്, നമ്മൾ ഫോറം മാളിലേക്ക്. ഇനി ബാക്കി കളികൾ ഫോറം മാൾ എത്തിയിട്ട്. യെസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫോറം മാളിൽ എത്തിയിട്ടുണ്ട്. ഒരു ടാസ്ക് കൂടെ കംപ്ലീറ്റ് ആയി. അതെ, അപ്പോൾ നമുക്കിനി യെസ് പറയാൻ റെഡിയാണോ? എന്ത് പറഞ്ഞാലും യെസ് ആണല്ലോ അല്ലേ? അല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലോ, ചലഞ്ച് എടുത്തു പോയില്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു മിനിസോ ഉണ്ട്. എനിക്ക് അവിടെ പോകണം. ഞാൻ മിനിസോയിന്ന് എന്തെടുത്താലും ഈ പൈസ കൊടുത്താൽ മതി. നമ്മുടെ എന്തെടുത്താലും ഞാൻ യെസ് എന്ന് പറയാം. കിട്ടിയോ? എടുത്തോ. യെസ്. നെക്സ്റ്റോ? ഓക്കെ, ഗുഡ്. യെസ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇവിടെ നിർത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത കട. എൻ്റെ യെസ് ചലഞ്ചിൻ്റെ ഇടയ്ക്ക് അമ്മുവിന് ഒരു യെസ് ചലഞ്ച് കിട്ടി. ജയ്ക്കൊരു കാറ് വേണമെന്ന് പറഞ്ഞു. അമ്മു യെസ് പറയേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി യെസ്. എന്താണ് വേണ്ടത് പറഞ്ഞോളൂ. ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ. ഹായ് ഗായ്സ്, എനിക്ക് ചോള ഭട്ടൂര വേണം. ഓക്കെ, മേടിച്ചു തരാം. യെസ്. തപ്പിക്കൂ. ഞാൻ പോയി ചോല ഭട്ടൂര സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഈ സാധനം. അങ്ങനെ നീ പറഞ്ഞ ചോല ഭട്ടൂര റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം. ഓക്കെ അല്ലേ? എനിത്തിങ് എൽസ്? ഇവിടെ ഫലൂഡ. ഫലൂഡ വേണ്ട, ഒരു കോൾഡ് കോഫി മതി. ഓക്കെ, ഫൈൻ. കോൾഡ് കോഫി. ചുമയുള്ളപ്പോൾ സൂപ്പർ സാധനം. അതെ. എനിവേ, ഓക്കെ, അപ്പോൾ യെസ്, മേടിച്ചു തരാം. ചോള ഭട്ടൂര കഴിക്കും. ഞാൻ മൈസൂരായിരുന്നപ്പോൾ കഴിച്ചതാണ്. അപ്പം 6 വർഷം കഴിഞ്ഞ് 7 വർഷം ആവുന്നു. കുറേ നാളായി കഴിച്ചു. ഹൗസ് ഇറ്റ്? അങ്ങനെ നെക്സ്റ്റ് ഐറ്റം. ഇതെന്താ 2 എണ്ണം? ഞാൻ 1 എണ്ണല്ലേ പറഞ്ഞോളൂ. ഒരെണ്ണം ചേക്കൂല. അപ്പോൾ ഇതുവരെയുള്ള ടാസ്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടാസ്ക് ഏകദേശം തീരാറായി. ഞാൻ എങ്ങനെ പെർഫോം ചെയ്തു പറയൂ. കൊള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ടാസ്ക് ലാസ്റ്റ്. ചെന്നൈ തട്ട് ദോശയിൽ പോയിട്ട് ഒരു തട്ട് ദോശ കഴിക്കണം. ഞാൻ കഴിക്കണം.
നീ കഴിച്ചോ? യെസ് പോ. ഓക്കെ വായോ. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ദോശ. ചെന്നൈ തട്ട് ദോശ. യെസ്. ബൈ. കൊണ്ടുവരുന്നത് ഗൈസ്. കപ്പ് സിറപ്പിന്റെ കുപ്പിയിലെ കപ്പ് സിറപ്പാണ്. നീ കൂടെ ബൈക്ക് ഓടിക്കാൻ പഠിക്കണം. അത് വലിയ പാടില്ലല്ലോ നിനക്ക്. ലെഫ്റ്റാണ്. ലൈൻ അങ്ങനെ ഇന്നത്തെ ലാസ്റ്റത്തെ ടാസ്ക് നമ്മൾ അക്കംപ്ലിഷ് ചെയ്യും അല്ലേ? എനിക്ക് ഇവിടെ ഈ പൊടി മസാല ദോശ, അമ്മൂന് ഒരു ഒനിയൻ ദോശ, പിന്നെ ഒരു കുട്ടി മസാല ദോശ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കഴിച്ചു. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടാസ്കുകളും നല്ല അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് 12 hours saying yes to me ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസ് വരുന്നവരേക്കും ബൈ.